വീണ്ടും തൃശ്ശൂരിലേക്ക് തന്നെയാണ്. അവിടെയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലാലി ജെയിംസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, ഈ ആരോപണങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. വെറും സ്ഥാനം മോഹിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമായി മാത്രം നമുക്കിതിനെ കാണാൻ കഴിയില്ലല്ലോ. അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നേതൃത്വത്തിനെതിരെ വരെ സംസാരിക്കുന്നുണ്ട് ലാലി. അവിടുത്തെ തൃശ്ശൂർ കോർപ്പറേഷനാണ് ശ്രദ്ധാകേന്ദ്രം. ഞാനിവിടെ തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ട്. ഇവിടെ എനിക്ക് തൊട്ട് പിറകിൽ കാണാം രാവിലെ സംസാരിച്ച ലാലി ജെയിംസ് തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ലാലി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും, UDF-നാണ് തന്റെ വോട്ട്, നിജി ജസ്റ്റിനല്ല എന്ന നിലപാടാണ് ലാലിക്കുള്ളത്. ലാലി മറ്റൊരു മാധ്യമവുമായി സംസാരിക്കാൻ തയ്യാറെടുത്ത് അവിടെ നിൽക്കുകയാണ്. എന്തായാലും ലാലി ജെയിംസ് തൃശ്ശൂർ കോർപ്പറേഷനിൽ എത്തിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം കൗൺസിലിലേക്ക് ചെല്ലും. ഇന്നത്തെ വോട്ടിംഗ് നടപടിയിൽ അവർ പങ്കെടുക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചിരിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് കോഴയ്ക്ക് വാങ്ങിയാണ് ഇത്തരത്തിലൊരു സ്ഥാനം നൽകിയെന്നുള്ള ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് DCC പ്രസിഡന്റ് തന്നോട് പണം ചോദിച്ചിരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. വ്യക്തിപരമായല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ഫണ്ട് ചോദിച്ചു. ചേച്ചിക്ക് പൈസ നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പണമായിരുന്നു മേയർ സ്ഥാനത്തിലുള്ള മാനദണ്ഡം. നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി പല സ്ഥലങ്ങളിലും പോയി പണം കൊടുത്താണ് മേയർ സ്ഥാനം സ്വന്തമാക്കുന്നതെന്ന് തന്നോട് പലരും പറഞ്ഞിരുന്നു. തനിക്കത് വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ള ഗുരുതര ആരോപണം ലാലി ജെയിംസ് ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൽ വലിയൊരു കലഹമാണ് തൃശ്ശൂരിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഏറെക്കാലത്തിന് ശേഷം തൃശ്ശൂരിൽ ഒരു ഭരണത്തിലേക്ക് കോൺഗ്രസ് വന്നിട്ട് അത് കലമുടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. തനിക്കിനി മേയർ ആകണ്ട, തനിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഇനി ഒരു അവസരം വേണ്ട, തനിക്ക് ഒരു ടേമും വേണ്ട, ടേം വ്യവസ്ഥയിൽ തനിക്ക് താല്പര്യമില്ല, മേയറിലൊരു കണ്ടിന്യൂറ്റിയാണ് വേണ്ടത്. അതിനി സുബി ബാബുവും നിജി ജസ്റ്റിനും വേണമെങ്കിൽ പങ്കിട്ടെടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിലൊരു നിസ്സഹകരണത്തിലേക്ക് ലാലി പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് മീഡിയ വണിലൂടെ ശക്തമായ നിലപാട് ലാലി വ്യക്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും തൃശ്ശൂർ കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ കലഹമാണെന്ന് പറയാൻ DCC പ്രസിഡന്റ് പണം ചോദിച്ചു എന്ന് പറയുമ്പോൾ നേതൃത്വത്തെ ആകെ അവർ വെട്ടിലാക്കുന്നു. KC വേണുഗോപാലും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇവിടുത്തെ വാർഡുകളെ കുറിച്ച് അറിയുന്നത് എന്ന് ചോദിക്കുന്നതോടുകൂടി നേതൃത്വത്തെയും അവർ വെട്ടിലാക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ലാലി നിൽക്കുന്നതെന്ന് പറയാം. അല്പസമയം മുമ്പ് വരെ അവർ വോട്ട് ചെയ്യാൻ വരുമോ എന്ന അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ജോസഫ് ടാജറ്റിന്റെ പ്രതികരണവും നമ്മൾ കേട്ടു. പണം കൊടുത്തിട്ടാണ് മേയർ സ്ഥാനം നൽകിയതെങ്കിൽ നേരത്തെ 4 തവണ കൗൺസിലറായ ലാലി ജെയിംസ് ആർക്കൊക്കെ എത്രയൊക്കെ തവണ പണം കൊടുത്തു എന്ന് വ്യക്തമാക്കട്ടെ എന്നാണ് ജോസഫ് ടാജറ്റ് പറഞ്ഞത്. ടാജറ്റ് ഇക്കാര്യത്തിൽ പറയുന്നത് പാർലമെന്ററി പാർട്ടി പറഞ്ഞു താൻ കേട്ടു, തന്നെയാണ് ഇതിന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തവർ ചുമതലപ്പെടുത്തിയത്. താൻ നേതാക്കളുമായി സംവദിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ KPCCക്ക് പരാതി നൽകിക്കോളൂ, KPCCയോട് മറുപടി പറയാമെന്നുള്ള ഒരു സ്റ്റാൻഡാണ് DCC പ്രസിഡന്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും ലാലി ജെയിംസിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നടരാജി സൂചിപ്പിച്ചതുപോലെ തന്നെ DCC നേതൃത്വത്തിനെതിരെ ലാലി ജെയിംസ് സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഈ മേയർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ദീപാദാസ് മുൻഷി അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറഞ്ഞ് അവർ രംഗത്ത് വരികയാണ്. ഈ പറയുന്ന ആളുകൾക്ക് തങ്ങളുടെ വാർഡുകളിൽ എന്താണ് ബന്ധം, എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നവർ തുറന്നു പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടിയുടെ മുന്നിൽ തീർച്ചയായും ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതും ഏറ്റവും പ്രധാനം മണിക്കൂറുകൾ മാത്രം ഈ തെരഞ്ഞെടുപ്പ് നടക്കാനായി ബാക്കി നിൽക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ലാലിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു അച്ചടക്ക നടപടി, ഒരു തുടർ നടപടി പ്രതീക്ഷിക്കാമല്ലേ? ഒരു നടപടിയിലേക്ക് നേതൃത്വത്തിന് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും DCC അധ്യക്ഷനെതിരെ കോഴ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അദ്ദേഹം പണം ചോദിച്ചു എന്ന് പറയുന്നു. തൃശ്ശൂർ മേയറാകാൻ പോകുന്ന ആൾക്കെതിരെ അവർ പെട്ടി കൊണ്ട് നടന്ന് പണം നൽകി ഇത്തരത്തിൽ മേയർ സ്ഥാനം സ്വന്തമാക്കിയെന്നൊരു ആരോപണം പറയുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി ഒരാളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിൽ വിള്ളൽ വരുത്തുന്ന തരത്തിൽ ഗുരുതര പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് യാഥാർത്ഥ്യവും മറ്റുമൊക്കെ തന്നെ അന്വേഷണങ്ങളിൽ പുറത്തുവരട്ടെ. പക്ഷേ അച്ചടക്കം ലംഘിക്കപ്പെട്ടു എന്നുള്ള കാര്യം ആ ഒരു വിലയിരുത്തലിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും. ഇതിലും മറ്റു പ്രശ്നം കൂടിയുള്ളത്, നടപടി എടുത്താൽ അത് പൊതുജനത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും കോൺഗ്രസ് ചിന്തിക്കേണ്ടതുണ്ട്. അധികം റിസ്കുകൾക്ക് സമയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എല്ലാവരും കൂടി തല്ലുകൂടി കുളമാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് നേതാക്കൾക്ക് നിർബന്ധമുണ്ട്. ലാലിയെ പോലെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരാൾ, 4ാം തവണയും ജയിച്ചൊരാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തി തന്നെ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു. ഇനി നടപടി കൂടി എടുത്താൽ അത് ജനങ്ങൾ എങ്ങനെ കാണും?
ഒരു സ്ത്രീ, വിധവ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അവരെ തഴഞ്ഞത് മാത്രമല്ല അത് തുറന്നു പറഞ്ഞതിന് അവർക്കെതിരെ നടപടി കൂടി എടുത്താൽ അത് തിരിച്ചടിയാകുമോ? ഇതൊക്കെ നേതൃത്വത്തിന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയമെല്ലാം ചിന്തിച്ചുകൊണ്ടായിരിക്കും ഒരു നടപടി ഉണ്ടാവുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അച്ചടക്ക നടപടി എടുത്തില്ലെങ്കിൽ തൃശ്ശൂർ പോലെ കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളും തല്ലും വഴക്കമുള്ളൊരു സ്ഥലത്ത് ആളുകളെ പിടിച്ചു നിർത്തുക, പ്രവർത്തകരെ പിടിച്ചു നിർത്തുക എളുപ്പമല്ല. അതുകൊണ്ട് പേരിനെങ്കിലും നടപടിയില്ലെങ്കിലും നേതൃത്വം വെട്ടിലാകും. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നേതൃത്വത്തിന് കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കളുടെ ഇടപെടലുകൾക്ക് ശേഷം മാത്രമാകും അച്ചടക്ക നടപടി എന്നതൊന്നുണ്ടെങ്കിൽ അതുണ്ടാവുക. നടരാജ്, ഒപ്പം തന്നെ ഇപ്പോഴീ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ, തുറന്നു പറച്ചിലുകളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? പ്രധാനമായും ഈ ചർച്ചകളും മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നൊക്കെ നേതൃത്വം പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നുകൂടിയല്ലേ മനസ്സിലാകുന്നത്? അങ്ങനെയും പറയേണ്ടി വരും. കാരണം നമുക്കറിയാം നിജി ജസ്റ്റിൻ ആദ്യ തവണയാണ് ഇത്തവണ കിഴക്കമ്പാട്ടുകരയിൽ നിന്ന് ജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെ ഒല്ലൂരിലേക്ക് പരിഗണിച്ചിരുന്നെന്നും പിന്നീട് മാറ്റിയെന്നും ഒക്കെ തന്നെ അവർ പറയുന്നുണ്ട്. നേതൃത്വത്തിൽ അല്പം പിടിപാടുള്ള ആൾ തന്നെയാണ് നിജി ജസ്റ്റിൻ എന്ന കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാലിനും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് താല്പര്യമുള്ള ആൾ തന്നെയാണ് നിജി ജസ്റ്റിൻ. പക്ഷേ കോർപ്പറേഷൻ പോലെ പ്രാദേശിക വിഷയങ്ങളും മറ്റു കാര്യങ്ങളും പരിചയവും ഭരണപാഠവും വേണ്ട സമയത്ത് ഒരു ആദ്യ തവണ ജയിച്ചു എന്നൊരു കൗൺസിലറെ ഇത്തരത്തിൽ മേയറാക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം കോർപ്പറേഷൻ കൗൺസിലർമാർക്കിടയിലും ഉണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇവരിൽ ചിലരൊക്കെ തന്നെ ലാലി ജെയിംസിന്റെ പേര് പറഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലാലി ജെയിംസ് ഇപ്പോൾ സംസാരിക്കുന്നത്, നമുക്ക് അവരുടെ പ്രതികരണം കൂടി ഒന്ന് നോക്കാം. ചേച്ചി, ഇന്ന് വോട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്? അതെ, വോട്ട് ചെയ്യും. UDF വോട്ട് അതുകൊണ്ട് ചെയ്യുന്നുള്ളതാണ്. വോട്ട് ചെയ്യും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള വോട്ട്. അതെ, വോട്ട് ചെയ്യും. അത് നിജി ജസ്റ്റിനല്ല, എക്സോ